ഹായ് ഫ്രണ്ട്സ്, മെയ് മാസത്തെ പ്രധാന ചോദ്യോത്തരങ്ങൾ, കുറച്ച് ചോദ്യോത്തരങ്ങൾ നമുക്ക് മോക്ക് ടെസ്റ്റ് രീതിയിൽ അറ്റൻഡ് ചെയ്ത് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, 2026 ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ T20 പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയെ വിജയത്തിലേക്ക് നയിച്ച താരം ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ജെമീമ റോഡിഗ്രസ്. ജെമീമ റോഡിഗ്രസ് ആണ് 2026 ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ T20 പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയെ വിജയത്തിലേക്ക് നയിച്ച താരം ആരാണ്? ജെമീമ റോഡിഗ്രസ് ആണ്. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ T20 പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ പ്ലെയർ ഓഫ് ദ മാച്ച് പുരസ്കാരം നേടിയത് ആരാണ്? ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ T20 പരമ്പരയിലെ ആദ്യ മത്സരത്തിലെ പ്ലെയർ ഓഫ് ദ മാച്ച് ആരാണ്? അത് ജെമീമ റോഡിഗ്രസ് ആയിരുന്നു. ജെമീമ റോഡിഗ്രസ്. 2027 ഇയർ ഓഫ് കൾച്ചർ ആൻഡ് ടൂറിസം ആയി ആഘോഷിക്കാൻ തീരുമാനിച്ച രാജ്യങ്ങൾ ഏതെല്ലാമാണ്? 2027 ഇനി വരുന്ന 2027 ഇയർ ഓഫ് കൾച്ചർ ആൻഡ് ടൂറിസം ആയി ആഘോഷിക്കാൻ തീരുമാനിച്ച രാജ്യം ഏതാണ്? ഇന്ത്യയും ഇറ്റലിയുമാണ്. ഓപ്ഷൻ സി ആണ്, ഇന്ത്യയും ഇറ്റലിയുമാണ് ഇയർ ഓഫ് കൾച്ചർ ആൻഡ് ടൂറിസം ആയിട്ട് 2027 ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്ന രാജ്യങ്ങൾ. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ T20 മത്സരത്തിൽ ഇന്ത്യക്കായി അരങ്ങേറ്റത്തിൽ തന്നെ ശ്രദ്ധേയമായി ബൗളിംഗ് പ്രകടനം കാഴ്ചവെച്ച താരം ആരാണ്? ഇന്ത്യ ഇംഗ്ലണ്ട് T20 മത്സരത്തിലെ മികച്ച ബൗളിംഗ് പ്രകടനം കാഴ്ചവെച്ചത് ആരാണ്? അത് ഓപ്ഷൻ ബി ആണ്, നന്ദിനി ശർമ്മ. നന്ദിനി ശർമ്മയാണ് ആൻസർ. നന്ദിനി ശർമ്മയാണ് ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ T20 മത്സരത്തിൽ ഇന്ത്യക്കായിട്ട് അരങ്ങേറ്റത്തിൽ തന്നെ വളരെയധികം നല്ല ശ്രദ്ധേയമായ ബൗളിംഗ് പ്രകടനം കാഴ്ചവെച്ച താരം. ബ്രിക്സ് യൂത്ത് കൗൺസിൽ എന്റർപ്രണർഷിപ്പ് വർക്കിംഗ് ഗ്രൂപ്പ് യോഗത്തിന് വേദിയായ ഇന്ത്യയിലെ നഗരം ഏതാണ്? ബ്രിക്സിന്റെ യൂത്ത് കൗൺസിൽ എന്റർപ്രണർഷിപ്പ് വർക്കിംഗ് ഗ്രൂപ്പിന് മീറ്റിംഗിന് വേദിയായിരിക്കുന്നത് ഏത് സ്ഥലമാണ്? ഇന്ത്യയിലെ ഇൻഡോറാണ്. ഇൻഡോറിലാണ് ബ്രിക്സിന്റെ യൂത്ത് കൗൺസിൽ എന്റർപ്രണർഷിപ്പ് വർക്കിംഗ് ഗ്രൂപ്പ് യോഗത്തിന് വേദിയായിരിക്കുന്ന നഗരം ഇൻഡോർ. ഇന്ത്യയുടെ സ്ഥിരം UNSC അംഗത്വത്തിന് പിന്തുണ പ്രഖ്യാപിച്ച യൂറോപ്യൻ രാജ്യം ഏതാണ്? ഇന്ത്യയുടെ സ്ഥിരം UNSC അംഗത്വത്തിന് പിന്തുണ പ്രഖ്യാപിച്ച യൂറോപ്യൻ രാജ്യം ഏതാണ് രാജ്യം? സൈപ്രസ് ആണ് ഇന്ത്യ UNSC അംഗത്വത്തിന് പിന്തുണ പ്രഖ്യാപിച്ച യൂറോപ്പിലെ രാജ്യം ഏതാണ്? അത് സൈപ്രസ് ആണ്. നെക്സ്റ്റ്, 2026 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച മുന്നണി ഏതാണ്? 2026 നിയമസഭ ഇലക്ഷനിൽ വിജയിച്ച മുന്നണി ഏതാണ്? UDF ആണ് അല്ലെ. കേരളത്തിൽ വിജയിച്ച മുന്നണി ഏതാണ്? 2026 UDF തന്നെയാണ്. 2026 കേരളത്തിന്റെ 24ാമത് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത് ആരാണ്? കേരളത്തിലെ 24ാമത് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത് ആരാണ്? VD സതീശൻ ആണല്ലേ. VD സതീശൻ 24ാമത് മുഖ്യമന്ത്രിയാണ്. 2026 കേരള മന്ത്രിസഭയ്ക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്ത ഗവർണർ ആരാണ്? ഇപ്പോൾ നിലവിലുള്ള കേരള മന്ത്രിസഭയ്ക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്ത ഗവർണർ ആരാണ്? രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ആണ്. രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ആണ് 24ാമത് മുഖ്യമന്ത്രിയായിട്ടുള്ള VD സതീശൻ നിയമസഭയ്ക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തത്. ക്ഷേത്ര ഡിജിറ്റലൈസേഷൻ പദ്ധതിയിലൂടെ വാർത്തകളിൽ ഇടം പിടിച്ച ബോർഡ് ഏതാണ്? ദേവസ്വം ബോർഡ് ഏതാണ്? ക്ഷേത്ര ഡിജിറ്റലൈസേഷൻ പദ്ധതിയിലൂടെ വാർത്തകളിൽ ഇടം പിടിച്ചത് ഏതാണ്? തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ്. കേരള ലിറ്റററി കോറിഡോർ പദ്ധതി പ്രധാനമായും ഏതു മേഖലയുമായി ബന്ധപ്പെട്ടതാണ്? കേരള ലിറ്റററി എന്ന് പറയുമ്പോൾ തന്നെ അറിയുന്നുണ്ട്, കോറിഡോർ, സാഹിത്യം ആൻഡ് സാംസ്കാരിക ടൂറിസം. അഗ്നി-1 ബാലിസ്റ്റിക് മിസൈലിന്റെ വിജയകരമായ പരീക്ഷണം നടന്ന സംസ്ഥാനം ഏതാണ്? അഗ്നി-1 ബാലിസ്റ്റിക് മിസൈലിന്റെ വിജയകരമായി പരീക്ഷണം നടന്ന സംസ്ഥാനം ഏതാണ്? അത് ഒഡീഷയിലാണ് അഗ്നി-1 ബാലിസ്റ്റിക് മിസൈൽ വിജയകരമായി പരീക്ഷിച്ചത്. ലോകത്തിലെ ആദ്യ AI അധിഷ്ഠിത വില എഡിറ്റർ വികസിപ്പിച്ച രാജ്യം ഏതാണ്? ഇന്ത്യയാണ് ലോകത്തിൽ ആദ്യമായിട്ട് AI അധിഷ്ഠിതമായി വില എഡിറ്റർ വികസിപ്പിച്ച രാജ്യം ഇന്ത്യയാണ്. 2025-26 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയായ രാജ്യം ഏതാണ്? ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയായ രാജ്യം ഏതാണ്? ചൈനയാണ്. നിലവിൽ ഇന്ത്യയുടെ മൂന്നാമത്തെ ഏറ്റവും വലിയ എണ്ണ വിതരണക്കാരായ രാജ്യം ഏതാണ്? നിലവിൽ ഇന്ത്യയുടെ
മൂന്നാമത് ഏറ്റവും വലിയ എണ്ണ വിതരണ രാജ്യം ഏതാണ്? വെനസ്വേലയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ക്രിക്കറ്റ് അമ്പയർ എന്ന നേട്ടം സ്വന്തമാക്കിയത് ആരാണ്? കൃതികാശ്രീയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ക്രിക്കറ്റ് അമ്പയർ എന്ന നേട്ടം നേടിയത്. പുതുമുഖങ്ങളെ അണിനിരത്തി 200 കോടി ക്ലബിൽ കയറുന്ന ആദ്യ മലയാള സിനിമ ഏതാണ്? വാഴയാണ്. പുതുമുഖങ്ങളെ അണിനിരത്തി 200 കോടി ക്ലബിൽ കയറുന്ന ആദ്യ മലയാള സിനിമ ഏതാണ്? വാഴയാണ്. 2026 ലോറസ് അവാർഡിലെ മികച്ച പുരുഷ കായിക താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? കാർലോസ് അൽക്കാരസ് ആണ് 2026 ലോറസ് അവാർഡിലെ മികച്ച പുരുഷ താരം. ആഭ്യന്തരം വിജിലൻസ് വകുപ്പുകളുടെ ചുമതലയുള്ള കേരളത്തിലെ മന്ത്രി ആരാണ്? ആഭ്യന്തര വിജിലൻസ് വകുപ്പുകൾ ചുമതലയുള്ള കേരളത്തിലെ മന്ത്രി ആരാണ്? രമേശ് ചെന്നിത്തലയാണ് ആഭ്യന്തര മന്ത്രി. വൈദ്യുതി പരിസ്ഥിതി വകുപ്പുകളുടെ മന്ത്രി ആരാണ്? സണ്ണി ജോസഫാണ് വൈദ്യുതി വകുപ്പുകളുടെ മന്ത്രി കേരളത്തിൽ. വ്യവസായം, വാണിജ്യം, IT വകുപ്പുകളുടെ ചുമതലയുള്ള മന്ത്രി ആരാണ്? വ്യവസായം, വാണിജ്യം, IT എന്നീ വകുപ്പുകളുടെ ചുമതലയുള്ള മന്ത്രി ആരാണ്? PK കുഞ്ഞാലിക്കുട്ടിയാണ്. ജലവിഭവ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ആരാണ്? മോൻസ് ജോസഫാണ് ജലവിഭവം കൈകാര്യം ചെയ്യുന്ന മന്ത്രി. ആരോഗ്യം, ദേവസ്യം വകുപ്പുകളുടെ ചുമതല വഹിക്കുന്ന മന്ത്രി ആരാണ്? വകുപ്പുകൾ ചുമതല വഹിക്കുന്നത് ആരാണ്? കെ മുരളീധരനാണ് നിലവിൽ ദേവസ്വം വകുപ്പുകളുടെ മന്ത്രി. ഭക്ഷണം, സിവിൽ സപ്ലൈസ് വകുപ്പുകളുടെ ചുമതലയുള്ള മന്ത്രി ആരാണ്? അനൂപ് ജേക്കബ് ആണ് ഫുഡിന്റെ മിനിസ്റ്റർ. വന്യജീവി സംരക്ഷണ വകുപ്പുകളുള്ള മന്ത്രി ആരാണ്? വന്യജീവി സംരക്ഷണ വകുപ്പുകൾ ഉള്ളത് ആർക്കാണ്? ഷിബു ബേബി ജോൺ. റവന്യൂ വകുപ്പ്, സർവേ വകുപ്പുകളുടെ ചുമതലയുള്ളത് ആർക്കാണ്? സർവേ വകുപ്പുകളുടെ ചുമതല ഉള്ളത് ആർക്കാണ്? AP അനിൽകുമാർ ആണ് റവന്യൂ മന്ത്രി. ആരാണ്? AP അനിൽകുമാർ. ഗതാഗത വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആരാണ്? CP ജോൺ ആണ് നിലവിൽ ഗതാഗത വകുപ്പ് മന്ത്രി. തൊഴിൽ, വനിതാ ശിശുക്ഷേമ വകുപ്പുകളുടെ മന്ത്രി ആരാണ്? വനിതാ ശിശുക്ഷേമ വകുപ്പുകളുടെ മന്ത്രി ആരാണ്? ബിന്ദു കൃഷ്ണയാണ് വനിതാ ശിശുക്ഷേമ വകുപ്പുകളുടെ മന്ത്രി. ടൂറിസം, സാംസ്കാരിക വകുപ്പുകളുടെ ചുമതലയുള്ള മന്ത്രി ആരാണ്? സാംസ്കാരിക വകുപ്പ് മന്ത്രി ആരാണ്? PC വിഷ്ണുനാഥ് ആണ് ടൂറിസം മന്ത്രി. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആരാണ്? റോജി എം ജോൺ ആണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ മന്ത്രി ആരാണ്? എൻ ഷംസുദ്ദീൻ ആണ്. KM ഷാജി അല്ല, എൻ ഷംസുദ്ദീൻ ആണ് പൊതുവിദ്യാഭ്യാസം. എക്സൈസ് സഹകരണ വകുപ്പുകളുടെ മന്ത്രി ആരാണ്?